ഹലോ, അച്ഛൻ്റെ അവാർഡ് വാങ്ങാൻ പോകുന്ന വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. അതായത് പ്ലയാസിയിൽ പോയത്. അപ്പോൾ ആ വീഡിയോ കേട്ടോ ഇത് ഞങ്ങൾ അച്ഛൻ്റെ അവാർഡൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട ഒരു ഇതിലായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്തായിരുന്നു സെൻട്രൽ സ്ക്വയർ മാൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ അവിടെ പുതിയതായിട്ട് തുടങ്ങിയ പ്ലയാസയിലും കൂടി പോയേക്കാണ്. മാത്രമല്ല അമ്മമ്മയുണ്ട് ഇത്തവണ. സ്വതവേ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ അമ്മമ്മ അധികം വരാറില്ല. അപ്പോൾ അച്ഛൻ്റെ അവാർഡ് ഫംഗ്ഷന് വന്നപ്പോൾ ഞങ്ങൾ പോയതുകൊണ്ടാണ് അമ്മമ്മയും കൂടി ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കയറി, അതായത് 3rd and 4th ഫ്ലോറിലാട്ടോ പ്ലയാസ വരുന്നത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫണ്ടൂര അങ്ങനത്തെ സ്ഥലമൊക്കെ. അപ്പോൾ കയറിയപ്പോൾ തന്നെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നു പോയി. കാരണം 3rd ഉം 4th ഫ്ലോറാണല്ലോ. അപ്പോൾ മേലെയും താഴെയും ഫുള്ള് ഇതാണ്, വേറെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് ഡിച്ചോട്ടിനായാലും ഞങ്ങൾക്ക് അതിൽ കയറാം. ഫസ്റ്റ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ എവിടെയെന്ന് തുടങ്ങണമെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാം നോക്കി ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒരു ട്രെയിൻ പോലെ റോളർ കോസ്റ്ററിൻ്റെ ഒരു മിനി വേർഷൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഞാനും ഡിച്ചോട്ടിനും കയറി. അപ്പോൾ ഫസ്റ്റ് കയറിയത് അതിനകത്താണ്. അതാണെങ്കിൽ റോളർ കോസ്റ്റർ പോലെ തന്നെയാണ്, പക്ഷേ അതായത് അങ്ങനെയൊന്നുമില്ല. ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അത് ഭയങ്കരമായിട്ട് കുലുങ്ങുകയും അത് ശരിയൊക്കെ ചെയ്തു കേട്ടോ. അതുകൊണ്ട് നല്ലതായിരുന്നു. പിന്നെ ഡിച്ചോട്ടിൻ്റെ ആ ഒരു ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ എക്സ്പ്രഷനായിരുന്നു കണ്ടത് നല്ല സ്പീഡുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4-5 റൗണ്ടൊക്കെ ഓടി. അപ്പോഴത്തേക്ക് മമ്മിയും എല്ലാവരും അവിടെ നിന്ന് ഹായൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഹായൊക്കെ കൊടുത്ത് ഡിച്ചൂട്ടിനാണെങ്കിൽ എന്തോ വലിയ, അതായത് റോളർ കോസ്റ്ററിലൊക്കെ പോകുമ്പോൾ ഉള്ള ആൾക്കാരുടെ റിയാക്ഷൻ കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു. തല കറങ്ങി, എൻ്റെ തല പോയി എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. വന്നിട്ട് കിടക്ക വരെ ചെയ്തു അവൻ. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചെന്ന് ഇനി എവിടെയെങ്കിലും പോകാമെന്നത്, ഇതിങ്ങനെ അല്ലാതെ വേറെ എന്തെങ്കിലും ഗെയിംസിലോട്ട് പോകുന്നത്, അതായത് ലൈക്ക് ടിക്കറ്റൊക്കെ കിട്ടുന്ന പോലത്തെ ഗെയിംസിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ നോക്കിയപ്പോൾ ആ ഒരു ഏരിയയിൽ, ഞാനിപ്പോൾ കാണിച്ച ആ ഒരു ഏരിയയിൽ ഫുള്ള് ടിക്കറ്റൊക്കെ കിട്ടും. എനിക്കാണെങ്കിൽ ടിക്കറ്റ് കിട്ടുന്ന ആ കാര്യം ആദ്യം അറിയില്ലായിരുന്നു. അതറിഞ്ഞതിന് ശേഷം പിന്നെ ആ സംഭവം കിട്ടാൻ തന്നെയായിരുന്നു ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതറിയാതെ വെറുതെ ഞങ്ങൾ കളിച്ചാണ് ഡിച്ചോണ്ടിന് കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതൊക്കെ കളിച്ച് ഡിച്ചോണ്ട് സ്പീഡിൽ ഡിച്ചോണ്ട് മര്യാദയ്ക്ക് ചവിട്ടുന്നില്ല. എന്നിട്ട് ഞാൻ ചവിട്ടാമെന്ന് പറഞ്ഞപ്പോൾ നല്ല സ്പീഡിൽ ചവിട്ടി. അങ്ങനെ ഞങ്ങൾ ജയിച്ചു. അപ്പോൾ ഒരു ടിക്കറ്റ് കിട്ടി. ആദ്യം ഞങ്ങൾ ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അമ്മ പറയുന്നത് അത് കയ്യിൽ കിട്ടേണ്ട ബ്രേസ്ലെറ്റ് പോലത്തെ എന്തോ സംഭവമാണെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു അതായത് ടിക്കറ്റ്, പക്ഷേ എനിക്ക് അറിയില്ല കേട്ടോ ഇതിൻ്റെ യൂസ് എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ വിചാരിച്ചു വെറുതെ എന്തോ ഭംഗിക്ക് കിട്ടിയൊരു സന്തോഷം എന്ന്. അപ്പം ഞങ്ങൾക്ക് ആദ്യമായിട്ട് 5 കിട്ടിയെങ്കിലും ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങൾ അമ്മമ്മക്കും അച്ഛനും എല്ലാവരും കാണിച്ച് എന്ത് സന്തോഷമായിരുന്നു അറിയാം. എന്തോ വലിയ സംഭവം കിട്ടിയ പോലെയാണ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് വേഗം ഞങ്ങൾ പോവുക കേട്ടോ. അവിടെ ഒരു ആൻറ്റീൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ട് ചോദിച്ചു. അപ്പോൾ അമ്മമ്മേൻ്റെ ചോദിച്ചിട്ട് ആൻറ്റി പറഞ്ഞു അത് ഞങ്ങൾക്ക് ലാസ്റ്റ് വന്നിട്ട് എല്ലാം കിട്ടുമ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് വന്നാൽ ടോയ്സോ അല്ലെങ്കിൽ അത് നമ്മുടെ കാർഡിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ അമ്മമ്മേൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളങ്ങനെ വേറെ സ്ഥലത്തോട്ട് പോയി. അതാണ് ഈ സ്ഥലം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെയും ടിക്കറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഏരിയാസ് ആട്ടോ. അല്ലാതെ ഇങ്ങനത്തെ ഗെയിംസ് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും. എനിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ കളിക്കാറാണ് പിന്നെ കൂടുതലും ട്രൈ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനൊരു സംഭവം കണ്ടുപിടിച്ചു. കാരണം എനിക്കിഷ്ടമുള്ള ഇത് ബോൾ എറിയുന്ന ഒരു വലിയതും ഉണ്ടായിരുന്നു കുഞ്ഞിതും ഉണ്ടായിരുന്നു. വെറുതെ ഞങ്ങൾ വലുതിൽ നിന്ന് നടക്കാത്ത പണിക്ക് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിൽ കയറി കേട്ടോ. അപ്പോൾ അത് കയറിയല്ല ചെയ്തു. അപ്പോൾ അതിനകത്ത് എനിക്ക് ചിലതൊക്കെ വീണു. അങ്ങനെ എല്ലാം ഒന്നും വീണില്ലെങ്കിലും കുറച്ചൊക്കെ വീണു. അപ്പോൾ അതിനകത്താണെങ്കിൽ ഓരോരിക്കലും ഇത്രയും ബോൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ബോൾസ് വീണാൽ വീണ്ടും ഞങ്ങൾക്ക് ഒരു ചാൻസും കൂടി കിട്ടും 2nd റൗണ്ടിലോട്ട്. അങ്ങനെ ചെയ്തത്. എൻ്റെ ഒരു ടൈം ലിമിറ്റാട്ടോ. ടൈം ലിമിറ്റിൽ ഞങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. അതൊരു കുഴപ്പമില്ല. ഇപ്പോൾ തെറ്റിയാലും ഇല്ലേലും. അല്ലാണ്ട് ഇത്രയും ചാൻസസ് അല്ല. അപ്പോൾ അതിൽ നിന്നും എനിക്ക് ടിക്കറ്റ് കിട്ടി. 15 ടിക്കറ്റ് കിട്ടി. അത് പിന്നെ എനിക്ക് 5 കിട്ടിയാൽ സന്തോഷം ഉണ്ടാവുന്ന, എനിക്ക് പിന്നെ സന്തോഷം ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ഇനി താഴത്തെ ലാസ്റ്റ് വരാം, ഇനി മേലെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. ഞങ്ങൾ 1000 റുപ്പീസിനാട്ടോ ഈ ഒരു കാർഡ് അതായത് കാർഡ് എടുത്തത്. അല്ലാതെ ഇതിൻ്റെ മിനിമം ചാർജ് കാർഡ് എടുക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് 700 റുപ്പീസ് തൊട്ട് കാർഡ് ഞങ്ങൾക്ക് എടുക്കാം. ഞങ്ങൾ 1000 റുപ്പീസിനാണ് ചാർജ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ പിന്നെ മേലെ എത്തിയപ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്ഥലമായിരുന്നു എല്ലാം കൂടി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ എന്താ ടിക്കറ്റ് ഒന്നും കൊടുത്ത് വെറുതെ അതായത് സ്വൈപ്പ് ചെയ്ത് കയറിയതല്ല, വെറുതെ ഒന്ന് ഡിച്ചോട്ടൻ കയറിയിരുന്നു. അതായത് ഞങ്ങൾ മണി പേ ചെയ്തിട്ടില്ല. വെറുതെ ഇത് ഞങ്ങൾക്കിങ്ങനെ ചെയ്യാമല്ലോ, അല്ലാതെ സൗണ്ടൊന്നും കേൾക്കാതെ തന്നെ വെറുതെ ഞങ്ങൾക്ക് കേൾക്കാമല്ലോ. അപ്പോൾ ഡിച്ചോട്ടിന് ഭയങ്കര ഇഷ്ടമായി. ഒരു ആംബുലൻസോ അങ്ങനെ എന്തോ ഒരു സംഭവം, ഡോക്ടർ ബസ്സോ അങ്ങനെ എന്തോ, ഡിച്ചോട്ടിന് ഇങ്ങനത്തെ സംഭവമൊക്കെ ഇഷ്ടമായതുകൊണ്ട് അവൻ അതിനകത്ത് കയറി.
അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ടല്ലോ ഒരു ഹെലികോപ്റ്റർ പോലൊരു സംഭവം, എനിക്കിഷ്ടമായത് സ്പ്രിങ് പോലത്തെ. പക്ഷേ എന്നാലും ഞങ്ങൾ വേറെയൊക്കെ കുറേ കണ്ടു. അപ്പോൾ പിന്നെയാണ് ഇങ്ങനത്തെ ഒരു ജമ്പിങ് പിറ്റ് കണ്ടത്. എനിക്ക് അതിനകത്ത് കയറാൻ പറ്റില്ലായിരുന്നു, കാരണം 8 വയസ്സ് വരെയാണ് മാക്സിമം ഇതിനകത്ത് കയറാൻ പറ്റി. ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്, ഞാനാണ് ഈ സ്ഥലത്ത് കയറാമെന്ന് വരെ പറഞ്ഞത്, പക്ഷേ എനിക്ക് പറ്റിയില്ല. പക്ഷേ അപ്പം നിങ്ങളതൊന്ന് നോക്കുക, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആ സ്ഥലം കാണാനായിട്ട്. അതേപോലെ തന്നെ ഞങ്ങൾ പോയ ടൈമിൽ ഒരു സ്കൂളിൽ എന്തോ ടൂറോ അങ്ങനെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ടായിരുന്നു വേറെ. അത് 12 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റുന്നതാണ്. മാത്രമല്ല 5 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ കൂടെ ഏതെങ്കിലും ഒരു പാരൻറ്റിന് കൂടെ പോവുകയും ചെയ്യാം, അതായത് ഉള്ളിലും കയറാം. അപ്പോൾ എൻ്റെ മേലേ നിന്നുള്ള വ്യൂ കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. അതായത് ഡിച്ചൂട്ടിൻ്റെ കൂടെ എനിക്ക് കയറണം ഞാൻ കുറേ പ്രതീക്ഷ. എന്നിട്ട് ഡിച്ചൂട്ടിൻ്റെ അടുത്ത് ഞങ്ങൾ പറ്റുന്നേയും പറഞ്ഞു അവിടെ പിടിച്ച് കയറുന്നൊക്കെ ഡിച്ചൂട്ടിന്. പക്ഷേ അവിടെ പിടിച്ചൊന്നും കയറാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ആൾ വന്നിട്ടുണ്ട്, ഷോക്സൊക്കെ അവൻ ഊരി വെച്ച് അവിടെ നിന്ന് തന്നെ ഷോക്സ് ഇടുകയും ചെയ്തിട്ട് വന്നു. എന്നിട്ട് ഷൂസ് ഇടുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിൽ ചെയ്ത, ഞാൻ ഈ ഇംഗ്ലീഷുകാരൊക്കെ ഇത് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈമും അവർക്ക് കിട്ടാത്തതാണ് ഞാൻ കണ്ടത്. അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു തവണ ട്രൈ ചെയ്യാമെന്ന്. അപ്പം എല്ലാവരും പറഞ്ഞു എന്നാൽ ശരി ഒരു തവണ ട്രൈ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഒരു തവണ നോക്കാം, നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല, അങ്ങനെ കിട്ടിയാലോ. അച്ഛൻ ഒന്ന് പൊന്തിച്ചു, അപ്പോഴത്തേക്ക് പോയി. അപ്പം അച്ഛൻ വേം അച്ഛൻ്റെ വിചാരം ടൈം ലിമിറ്റ് ആണെന്നാണ്. പക്ഷേ എന്നിട്ടും അച്ഛൻ പറയാ ഇല്ല ഇത്തവണ ഞാൻ എന്തായാലും, ഞങ്ങളെല്ലാവരും പറഞ്ഞാൽ വേണ്ട ഒരു തവണ കിട്ടാത്തതല്ലേ. അപ്പം അച്ഛൻ പറഞ്ഞു ഇല്ല ഇത്തവണ എന്തായാലും എടുക്കും എന്ന് പറഞ്ഞാൽ അച്ഛൻ വീണ്ടും രണ്ടാമത്തെ തവണയും കൂടി 2 പ്രാവശ്യം എടുത്തു. അതായത് 200 റുപ്പീസ് ഞങ്ങളുടെ നിന്ന് മൊത്തത്തിൽ പോയി. അതായത് ഒരു തവണത്തെ ചാൻസിൽ 100 രൂപ. അച്ഛൻ്റെ എക്സ്പ്രഷൻ കാണേണ്ടതായിരുന്നു കേട്ടോ. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്കൂൾ കുട്ടികൾ വന്നേക്കുമായിരുന്നു എന്ന്. അവിടെ സത്യം പറഞ്ഞാൽ 2 hours അവിടെ നിൽക്കാൻ 180 റുപ്പീസേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് മൊത്തത്തിൽ 30 റുപ്പീസ് എൻ്റെ വകയുണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് മൊത്തത്തിൽ 40 റുപ്പീസാണ് ഞങ്ങൾ എടുത്തത്. അത് വെച്ചൊരു 25 റുപ്പീസിനൊരു ഞങ്ങൾ ഒരു കളറിംഗ് ബുക്കും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ സത്യം പറയാമല്ലോ ഇവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എപ്പോഴും പോയി എന്തെങ്കിലും ഒരു അടി ഉണ്ടാകുന്ന പോലെ ചോക്ലേറ്റ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നാളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഞാൻ ചെയ്യുന്നത്, അതിൽ നിന്നും എനിക്ക് 20 ടിക്കറ്റ്സ് കിട്ടി. അപ്പോൾ ടോട്ടലി ഞങ്ങളുടെ കയ്യിൽ 35 ടിക്കറ്റ്സ് ഞാൻ സ്കോർ ചെയ്തു, 5 ടിക്കറ്റ്സ് അവൻ സ്കോർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ 25 റുപ്പീസിൽ ഞങ്ങൾ വാങ്ങിയത്. 25, 50, 100, 200, 1000 ആ ഒരു റേറ്റിലൊക്കെ ആട്ടോ നമുക്ക് ഓരോ സംഭവങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അടുത്തൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ബൈ.